الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. إن المتقين في ظلال وعيون وفواكه مما يشتهون كلوا واشربوا هنيئا بما كنتم تعملون إنا كذلك نجزي المحسنين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള സ്വഭാവവും ഒട്ടേറെ തവണ സ്വർഗവാസികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവർക്ക് സ്വർഗീയ അനുഭൂതികൾ ലഭിക്കുന്നതിൻ്റെ കാരണമായും പഠിപ്പിച്ചിട്ടുള്ള ഒരു സവിശേഷ ഗുണമാണ് ഇഹ്സാൻ എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദലും ഇഹ്സാനും ഉണ്ടാകണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്തടക്കം സ്വർഗീയ അനുഭൂതികൾ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ അവർ മുഹ്സിനീങ്ങളായതുകൊണ്ട് അവർക്ക് ലഭിച്ച ഗുണമാണത്, പ്രത്യുപകാരമാണത് എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ദിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യശ്തഹൂൻ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. അവർക്ക് സ്വർഗത്തിൽ തണലുകൾ വിരിക്കപ്പെടും, അവർ ആഗ്രഹിക്കുന്നതായ പഴവർഗ്ഗങ്ങൾ അവർക്ക് ലഭിക്കും. അത് അവരോട് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങളിത് ഭക്ഷിച്ചോളൂ എന്ന് പറയപ്പെടും. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും മുഹ്സിനീങ്ങളെ, ഇഹ്സാൻ ഉൾക്കൊണ്ടിട്ടുള്ളവരെ നാം ഇങ്ങനെയാണ് അവർക്ക് പ്രതിഫലം നൽകുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സമാനമായ പ്രയോഗങ്ങളിൽ സൂറത്തു ദാരിയാത്തിലും അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും. റബ്ബ് അവർക്ക് നൽകിയ അനുഭൂതികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ എല്ലാ നിലക്കും അനുഭൂതികൾ നുകരുന്നവരായിരിക്കും. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇഹലോക ജീവിതത്തിൽ അവർ മുഹ്സിനീങ്ങളായിരുന്നു, അതുകൊണ്ട് അവർക്കത് ലഭിക്കും എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വർഗവാസികളുടെ സ്വഭാവം പറയുന്നിടത്ത് ഒരുപാട് സ്ഥലങ്ങളിലാണ് ഇഹ്സാൻ ഉള്ളവരായതുകൊണ്ടാണ്, മുഹ്സിനീങ്ങളായതുകൊണ്ടാണ് അവർക്ക് ഇത്രയും അനുഭൂതികളൊക്കെ നാം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസി സുഹൃത്തുക്കളെ, ഇഹ്സാൻ എന്ന് പറയുന്ന മൂല്യം, സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ അത് സ്വഭാവമായി രൂപീകരിക്കാനും നമുക്ക് സാധിക്കണം. രണ്ട് നിലക്കുള്ള ഇഹ്സാനുകൾ പ്രധാനമായുമുണ്ട്. ഒന്ന് സ്രഷ്ടാവായ അള്ളാഹുവിനോട് കാണിക്കേണ്ട ഇഹ്സാനാണ്. രണ്ടാമതൊന്ന് സഹജീവികളായ നമ്മുടെ കൂടെ ജീവിക്കുന്നവരായ മനുഷ്യരോടും മൃഗങ്ങളോടും കാണിക്കേണ്ട ഇഹ്സാനാണ്.
അള്ളാഹുവിനോട് കാണിക്കേണ്ട ഇഹ്സാനിനെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ജിബ്രീലിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനോട് ചോദിച്ചതിന് ശേഷം മൂന്നാമത്തെ ചോദ്യം എന്നാൽ ഇഹ്സാൻ എന്താണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ്. നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനോഗതിയിൽ ഈ മാനസികാവസ്ഥ നിലനിർത്തുക, ഈ വിശ്വാസം അടിയുറച്ച് ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. ഇബാദത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാകണം. നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഹീന തഖൂം, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ കാണുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ മാറി മറിയുന്നതിനെ കുറിച്ച് നിങ്ങൾ റബ്ബ് അറിയുന്നില്ലേ എന്ന് ഇബാദത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇബാദത്ത് മാത്രമല്ല, ജീവിതത്തിലുടനീളം ഈ ബോധ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുക. നമ്മൾ റബ്ബിനെ കാണുന്നില്ല, റബ്ബിൻ്റെ അസ്തിത്വത്തെ നമ്മൾ കാണുന്നില്ല, പക്ഷേ അവൻ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ജാഗ്രത ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ റോഡിൽ എല്ലാ ഭാഗത്തും പോകുന്നത് പോലെയല്ല, ക്യാമറ ഉള്ള ഭാഗത്തോട് പോകുമ്പോൾ നമുക്ക് ഒരല്പം ജാഗ്രത നമ്മൾ കാണിക്കും. നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥലത്തായാലും എവിടെയായാലും, ഇവിടെ CCTV പിന്നെ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ജാഗ്രത നമ്മൾ കാണിക്കും. നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മളെ വീക്ഷിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു ജാഗ്രതയുണ്ടാകും. നാട്ടുകാർ നമ്മളെ കാണുന്നു എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു ലജ്ജ നമ്മൾ കാണിക്കും. അത് സഹജമായ സ്വഭാവമാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ വിശ്വാസം, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യം, അത് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ, ഇരുളും വെളിച്ചവും വ്യത്യാസമില്ലാതെ, രഹസ്യ പരസ്യങ്ങൾ വ്യത്യാസമില്ലാതെ അവൻ നമ്മളെ കാണുന്നുണ്ട് എന്നൊരു ബോധം അത് നമ്മളിൽ ഉണ്ടായിയെടുക്കുക എന്നതാണ്. വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ഷഹീദ. നിങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, നിങ്ങളൊരു കാര്യവും ചെയ്യുന്നില്ല, നിങ്ങളൊന്നും മനസ്സിൽ മന്ത്രിക്കുന്നില്ല, നിങ്ങൾ ഗൂഢാലോചനകൾ നടത്തുന്നില്ല, ഇരുട്ടിൻ്റെ പിന്നെ ആനുകൂല്യത്തിൽ നിങ്ങളൊരു കാര്യവും ചെയ്യുന്നില്ല. ഇല്ലാ കുന്നാ അലൈക്കും ഷുഹൂദ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായി നാം ഉണ്ടായിട്ടല്ലാതെ, റബ്ബിൻ്റെ കണ്ണും അവൻ്റെ അറിവും വെട്ടിച്ച് ഒന്നും പ്രവർത്തിക്കുക നമുക്ക് സാധ്യമല്ല. ഇത് തുഫീലൂന ഫീ, ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ മുഴുകി നിൽക്കുകയാണ്. മുഴുകി നിൽക്കുമ്പോൾ ഒരു സ്വാഭാവികത, ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു കാര്യത്തിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയി അതിൽ മുഴുകി നിൽക്കുമ്പോൾ ചുറ്റും ആരുണ്ട്, നമ്മൾ ആര് നോക്കുന്നു എന്നതൊന്നും നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഏത് മുഴുകി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ഓർമ്മ, ഇതെൻ്റെ റബ്ബ് കാണുന്നു, അവൻ വീക്ഷിക്കുന്നു, അവൻ അറിയുന്നു, അവൻ രേഖയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർദ്. ഭൂമിയിലെ ഒരണുമണി തൂക്കം, ഒരു ഗോതമ്പിൻ്റെ, ഒരു അരിമണിയുടെ അതിനേക്കാൾ ചെറിയ ഒരു അംശത്തിൻ്റെ പോലും കാര്യത്തെ അള്ളാഹുവിൻ്റെ അറിവിലും കഴിവിലും അവൻ്റെ കാഴ്ചയിൽ നിന്നും മാറ്റി നിർത്തുക നമുക്ക് സാധ്യമല്ല. വലാ ഫിസ് സമാ, ഇനി ആകാശത്താണെങ്കിലും, വലാ അസ്ഗർ മിൻ ദാലിക്, ഒരണുമണി തൂക്കല്ല, അതിനേക്കാൾ ഒരു ചെറിയ അളവും അള്ളാഹുവിൽ നിന്നും മറച്ചു വെക്കുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബോധ്യം വിശ്വാസികളായി നമുക്കുണ്ടാകുക. ആ അള്ളാഹു നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ കാണുകെ, അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കെ എങ്ങനെയാണ് നമുക്ക് വൃത്തികേടുകൾ കാണാൻ പറ്റുക? റബ്ബ് നമ്മളെ കാണുന്നു എന്ന ബോധം ഉണ്ടായിരിക്കെ മനുഷ്യർ കാണാൻ പാടില്ല, കാണുമ്പോൾ ചെയ്യുന്നത് ലജ്ജയുണ്ടാകുന്ന കാര്യങ്ങൾ, എൻ്റെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളോ അല്ലെങ്കിൽ എന്നെ ക്യാമറയിലൂടെ നിരീക്ഷിച്ചിരിക്കുന്നവരോ ഒക്കെ കണ്ടാൽ എനിക്ക് ലജ്ജ തോന്നുന്ന കാര്യം, അവരൊക്കെ കാണുന്നു എന്ന ഒരു ബോധ്യമുണ്ടായാൽ മാറി നിൽക്കുന്ന ഒരു കാര്യം, ഇതെങ്ങനെയാണ് ഒരു ലജ്ജയില്ലാതെ ഒരു വിശ്വാസിക്ക് അള്ളാഹു കാണുന്നുണ്ട് എന്ത് ബോധ്യമുണ്ടാകുമ്പോഴും ചെയ്യാൻ സാധിക്കുക? അത് സാധ്യമല്ല. അത് മറന്നു പോകുമ്പോഴാണ് നമ്മളിൽ നിന്ന് തിന്മകൾ ഉണ്ടാവുക. അല്ലെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ അത്രയേറെ നിസ്സാരമായി അവഗണിച്ചു കളയണം. രണ്ടാലൊരു സാധ്യതയുള്ളൂ. ഒന്ന്, ഈ ഓർമ്മ ഉണ്ടാവാതിരിക്കുക. ഇത്തരം അള്ളാഹു നമ്മളെ വീക്ഷിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ വിസ്മരിച്ച് കളയുക. അപ്പോൾ തിന്മയിൽ മുഴുകിപ്പോകാൻ നമ്മുടെ മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട അടിസ്ഥാനപരമായ അവനെക്കുറിച്ചുള്ള ഒരു വക്കാറ് പോലും, ഒരു ഗൗരവം പോലും നമ്മൾ കൊടുക്കാതെ റബ്ബ് കാണുന്നുണ്ട് എന്നറിഞ്ഞാലും തിന്മകളിൽ വിഹരിക്കുക എന്നത് അത് കൊടിയ അപരാധമാണ് എന്നതിലൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ നിന്ന്, അവൻ്റെ കാഴ്ചയിൽ നിന്ന് മാറി നിൽക്കുക നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും നമ്മുടെ റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുന്നത് അവൻ അറിയുന്നുണ്ട്.
എന്ന ബോധ്യം നമുക്കുണ്ടാക്കണം. ചിലതൊക്കെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പുതിയ ടെക്നോളജി കൊണ്ടൊക്കെ മായ്ച്ചു കളയാൻ നമുക്ക് പറ്റും, ക്ലിയർ ചെയ്ത് കളയാൻ നമുക്ക് പറ്റും. അതുപോലെ നമുക്കുള്ള വിവരം, നമുക്കുള്ള പരിജ്ഞാനവും ഇല്ലാത്ത ആളുകളുടെ മുന്നിൽ നാവ് കൊണ്ട് പിടിച്ചു നിൽക്കാനുമൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവനാണ് റബ്ബ് എന്ന ബോധ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ മുന്നിൽ കാണിച്ചു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ള സൂറത്തുൽ കഹ്ഫിലൂടെയാണ്. വജദു മാ അമിലു ഹാളിറ വലാ യളിമു റബ്ബുക അഹദ. ഒരാളോടും അള്ളാഹു ഒരു നിലക്കുമുള്ള അനീതി പ്രവർത്തിക്കുകയില്ല. വജദു മാ അമിലു, അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ അവർക്ക് മുന്നിൽ റബ്ബ് കാണിച്ചു കൊടുക്കും, പ്രദർശിപ്പിച്ചു കൊടുക്കും. അതിലെല്ലാം ഉണ്ടാകും. അതിൽ രഹസ്യവും പരസ്യവും ഉണ്ടാകും. അതിൽ കട്ടുവെച്ചതും മായ്ച്ചു കളഞ്ഞതും ഉണ്ടാകും. അതിൽ ആരോടും പറയാതെ നമ്മൾ മാത്രം രഹസ്യമാക്കി വെച്ച കാര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്ലാൻ ചെയ്ത് മനസ്സകത്തിൽ പിന്നെ നമ്മൾ മന്ത്രിച്ചിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ ആ ബോധ്യത്തിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പള്ളിയിലും പുറത്തും രാവും പകലും നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്നതാണ് ഇഹ്സാനിൻ്റെ പ്രഥമമായ കാര്യം. സ്രഷ്ടാവായ അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട ഈ ഇഹ്സാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം, സ്രഷ്ടാവിനോട് നൽകേണ്ട ഒരു രണ്ടാമത്തെ ഇഹ്സാനുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളോട് നമ്മൾ പഠിപ്പിച്ചിരുന്ന കാര്യം അമലുകളിൽ കാണിക്കേണ്ട ഇഹ്സാനാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആൻ എല്ലാം പരിശോധിച്ചാലും ധാരാളം പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളോട് നൽകിയിട്ടുള്ള ഉപദേശവും പ്രോത്സാഹനവും എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും മരണത്തിന് ശേഷം ഒരു ജീവിതവും സംവിധാനിച്ചവനാണ് അവൻ. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷണം? ധാരാളം ആര് ചെയ്യുന്നു എന്നതല്ല പരീക്ഷണം, മറിച്ച് അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് ആരാണ്, ഈ അമലുകളിൽ ഇഹ്സാൻ കൊണ്ടുവരുന്നവരാരാണ് എന്നതാണ് പരീക്ഷണം. അതുകൊണ്ട് ഇക്സാറുൽ അമൽ, ധാരാളം കാര്യങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ ശ്രദ്ധ ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ല, ഏറ്റവും വൃത്തിയായി, ഏറ്റവും പൂർത്തിയായി ചെയ്യുക എന്നതിലായിരിക്കണം. ഒരു അമല് ഇഹ്സാനായി മാറാൻ രണ്ട് ഘടകങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്നാമത്തത് ഇഖ്ലാസാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യമാകണം. അതുണ്ടാകുമ്പോൾ എത്ര നിസ്സാരമാണെങ്കിലും അത് വലിയ പുണ്യമുള്ള കാര്യമായിരിക്കും. കൊടുക്കുന്നത് എത്ര ചെറുതാണെങ്കിലും, ചെലവഴിക്കുന്നത് എത്ര ചെറുതാണെങ്കിലും, നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമ്മുടെ അധ്വാനവും എത്ര ചെറുതാണെങ്കിലും ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന കർമ്മമാണെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിലയുണ്ട്. അത് ഇഹ്സാനാകാനുള്ള സാധ്യതയെക്കുറിച്ച് കൂടുതലായി നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം സ്വഭാവമായിരിക്കണം, അഥവാ സുന്നത്തിനോട് യോജിക്കുന്നതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. കുറേ നിസ്കരിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ സമ്പത്ത് ചെലവഴിക്കുന്നു. ചെലവഴിക്കുന്ന മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലില്ലാത്തതാണെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം? നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. നോമ്പ് നോക്കുക എന്ന് പറയുന്നത് എല്ലാ നിലക്കും നമ്മൾ അല്പം കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ദുനിയാവിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക സാധ്യവുമല്ല. ആരെയും ബോധിപ്പിക്കാൻ നോമ്പ് കൊണ്ട് കഴിയില്ല. പക്ഷേ ആ നോമ്പ് കൊണ്ട് പണിയെടുത്തിട്ട് ഒന്നും കിട്ടാതെ പോകുന്ന ആളുകളുണ്ട്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കാത്ത രൂപത്തിൽ നോമ്പ് നോറ്റാൽ, അഥവാ ഒരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേക സുന്നത്ത് നോമ്പ് ഉണ്ടെങ്കിൽ ആ സുന്നത്ത് നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തരണം. പ്രവാചകന്റെ പ്രവർത്തനങ്ങളിൽ, പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ഇല്ലാത്തൊരു കാര്യം സുന്നത്താണ് എന്ന് നനച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അപ്പോൾ ഇഹ്സാനുള്ള അമലുകളായി തീരണമെങ്കിൽ ഒരു പ്രവർത്തനം അത് ഇഹ്സാനുള്ള പ്രവർത്തനമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ യോജിക്കണം. ഒന്ന്, നിസ്കരിക്കുന്നു, ഒരു സുജൂദ് ചെയ്യുന്നു, അത് റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ഒരു രൂപ ചെലവഴിക്കുന്നു, അത് റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എന്തെങ്കിലും ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നു, അത് റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എന്നാൽ മാത്രം പോരാ, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് തന്നെ നന്നായി പ്രയത്നിക്കുന്നവരുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല നിലക്കും പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ സുന്നത്തിനോട് യോജിക്കുന്നതല്ല, പ്രവാചകന്റെ ചര്യയിലില്ല, പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികളുടെ ചര്യയിലില്ല, അവർക്കൊന്നും പരിചയമില്ല. അങ്ങനത്തെ ഒരു കാര്യം ദീനാണ് എന്ന് വിശ്വസിച്ച ഒരാൾ പണിയെടുത്തതുകൊണ്ട് അത് ഇഹ്സാനുള്ള അമലായി തീരുകയില്ല. അതുകൊണ്ട് സ്രഷ്ടാവിനോടുള്ള നമ്മുടെ ഇഹ്സാൻ രണ്ടു വിധത്തിലാണ്. ഒന്ന്, സ്രഷ്ടാവ് നമ്മളെ എപ്പോഴും സദാസമയം വീക്ഷിച്ചിരിക്കുന്നു എന്ന ബോധ്യം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മറന്നു പോകുന്ന ഘട്ടങ്ങളിൽ അത് സ്വയമേ തന്നെ ഓർമ്മിച്ചെടുക്കാനുള്ള ഘട്ടങ്ങളും മാർഗങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തേത്, ഈ അമലുകൾ ഇഹ്സാനോടുകൂടെ ചെയ്യാനുള്ള ഒരു ബോധം
പഠനവും ബോധവും ഒക്കെ സൃഷ്ടിച്ചെടുക്കലാണ്. ഇനി സൃഷ്ടികളോട് കാണിക്കേണ്ട ഇഹ്സാനിനെ കുറിച്ച് വിശദമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഅ്ബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ എന്നത് അല്ലാഹുവിനോട് കൊടുക്കേണ്ട ഹക്കാണ്. വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബ് വബിനിസ് സബീൽ വമാ മലക്കത് ഐമാനുക്കും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അടിമകളായ സൃഷ്ടികളായ പരസ്പരം സഹജീവികളായിട്ടുള്ള ആളുകളോട് നമ്മൾ കാണിക്കേണ്ട ഇഹ്സാനിനെ കുറിച്ച് വിശദമായി ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യതയായ തൗഹീദും ശിർക്ക് സംഭവിക്കാതിരിക്കാനുമുള്ള നിർദ്ദേശത്തിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, തീർച്ചയായും സൃഷ്ടികളോടുള്ള നമ്മുടെ ഇഹ്സാനിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് എന്നതിൽ തർക്കമില്ല. നോക്കൂ, എത്ര ആളുകളാണ് സ്വയമേ ഒരു വ്യക്തിത്വം എന്ന നിലക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുള്ള ആളുകൾ, പള്ളിയിൽ നേരത്തെ വരുന്നവർ, പള്ളിയിൽ മുന്നേ വന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നവർ, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർ. പക്ഷെ അവരുടെ മാതാപിതാക്കൾ അവരെക്കുറിച്ച് തൃപ്തരല്ലെങ്കിൽ എത്ര നഷ്ടക്കാരാണ്, എത്ര ഭാഗ്യം കിട്ടവരാണ്. ആ മാതാപിതാക്കളോട് കളവ് പറയുന്നവർ, അവരെ വഞ്ചിക്കുന്നവർ, അവരെ വേദനിപ്പിക്കുന്നവർ, അവരുടെ മനസ്സിന് വ്രണമുണ്ടാക്കുന്നവർ, അത്തരം ആളുകൾ എത്ര ദുർഭാഗ്യവാന്മാരാണ്. റിളല്ലാഹു ഫി റിളൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫി സഖ്തിൽ വാലിദൈൻ എന്ന ഹദീസ് പരിചയപ്പെടാത്തവർ, കേൾക്കാത്തവർ ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ തൃപ്തി അത് നമുക്ക് ജന്മം നൽകിയ ഉപ്പയുടെയും ഉമ്മയുടെയും തൃപ്തിയിലാണ് എന്ന പ്രവാചകന്റെ അധ്യാപനത്തെക്കുറിച്ച് കേൾക്കാത്തവർ ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ആ മാതാപിതാക്കളോട് എന്തെങ്കിലുമൊക്കെ ഒരു കുനിഷ്ട് കാണിച്ച് അവർക്ക് മനസ്സിലാകാത്ത പുതിയ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാനുള്ള മനോഭാവം കാണിക്കുന്നവർ, സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടിട്ടുള്ളവർ മാതാപിതാക്കളാണ്. അവരെ വേദനിപ്പിച്ചുകൂടാ, അവരെ സങ്കടപ്പെടുത്തിക്കൂടാ, അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു ചുറ്റുപാടും ഉണ്ടാക്കിക്കൂടാ. അതാരോട്? അമുസ്ലിമായ വിശ്വാസിയല്ലാത്ത മാതാപിതാക്കളോട് പോലും അരുത് എന്ന് പറയുമ്പോൾ നിങ്ങളോട് അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് കൽപ്പിക്കുന്നുവെങ്കിൽ വിട്ടു നിൽക്കുക. അതല്ലാത്തൊരു കാര്യത്തിലും അവരോട് അനുസരണക്കേട് കാണിക്കാൻ വിശ്വാസികൾക്ക് അവകാശമില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അപ്പോൾ പിന്നെ സഹോദരങ്ങളെ, എത്ര നൈർമല്യത്തോടു കൂടെയാണ് അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് മുന്നിൽ വിരിച്ചു കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ നോട്ടവും നമ്മുടെ സ്പർശനവും നമ്മുടെ ഇടപെടലും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ മാതാപിതാക്കൾക്ക് ദുല്ലത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ഒക്കെ സ്പർശനമാകുന്നുണ്ടോ എന്നത് നമ്മളൊരു ആത്മപരിശോധന നടത്തണം. അതുപോലെ തന്നെ ഗൗരവത്തിൽ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ച ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ കാണിക്കേണ്ട ഇഹ്സാനുണ്ട്. അത് ഗുരുതരമായി പഠിപ്പിച്ച ഒരു വിഭാഗം അയൽവാസികളാണ്. റസൂൽ ഈ ആയത്തിനും അത് പരാമർശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു, മാ തഖൂലൂന ഫി സിന, വ്യഭിചരിക്കുന്നതിനെ കുറിച്ച് സ്വഹാബത്തെ എന്താണ് അഭിപ്രായം? സ്വഹാബികൾ പറഞ്ഞു, ഹറാം ഹറമഹുല്ലാഹു വറസൂലു, അള്ളാഹുവും പ്രവാചകനും ഹറാമ നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച നിഷിദ്ധമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യസ്നിയ അർറജുലു ബിഅശറത നിസ്വ, ഒരാള് 10 പെണ്ണുങ്ങളോട് സിന ചെയ്യുന്നു, വ്യഭിചരിക്കുന്നതിനേക്കാൾ ഐസറു അലൈഹി മിൻ അയ്യസ്നിയ ബിംറഅതി ജാരിഹി. നോക്കൂ, ഒരു അയൽവാസിയായ ഒരുത്തൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നത് 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമുള്ള കാര്യമാണെന്നാണ്. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫമാ തഖൂലുന ഫി സരിക, കക്കുന്നതിനെ കുറിച്ച്, മോഷണത്തെക്കുറിച്ച് എന്താണ് സ്വഹാബത്തെ നിങ്ങൾ അഭിപ്രായം? ഹറമഹുല്ലാഹു റസൂലുഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് അള്ളാഹും റസൂലും അത് ഹറാമായി നിഷിദ്ധമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ആരെങ്കിലും 10 വീട്ടിൽ കയറി 10 കാര്യം മോഷ്ടിക്കുക എന്നതിനേക്കാൾ അവന് ഗുരുതരമായ കാര്യം അവൻ്റെ അയൽവാസിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചെടുക്കലാണ്. ഇപ്പം മോഷണം ചെറുതായതുകൊണ്ടല്ല, വ്യഭിചാരം നിസാരമായതുകൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാം. ഏതോ ഒരു മനുഷ്യനെ നമ്മൾ ഏൽക്കുന്ന ആഘാതത്തെക്കാൾ 10 ഇരട്ടി 10 മടങ്ങ് ശിക്ഷ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ഒരു കുറ്റുണ്ടായാൽ, ഒരു പൊറുതിക്കേടുണ്ടായാൽ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മോശമാണ് അല്ലെങ്കിൽ വ്യഭിചാരം അള്ളാഹുവും പ്രവാചകനും എത്ര ഗുരുതരമായി പഠിപ്പിച്ചൊരു തിന്മയാണത്. എന്നാൽ അത് 10 ആളുകളോട് ചെയ്യുന്നതിനേക്കാൾ ഗുരുതരം ഒരൊറ്റ സ്ത്രീയോടാകും എപ്പോൾ അയൽവാസിയായി വരുമ്പോൾ. ഇത് അവകാശങ്ങൾ മൂടി വെക്കുന്നിടത്തും തടഞ്ഞു വെക്കുന്നിടത്തും
ഗുരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നിടത്തും ഒക്കെ ഈ സംഗതിയെ നമ്മൾ ഗുരുതരമായി തന്നെ കാണണം. സഹോദരങ്ങളെ, ചുറ്റുപാടും വസിക്കുന്ന ആളുകളെക്കുറിച്ച്, ആളുകളോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഇഹ്സാനിനെ കുറിച്ചാണ് സൂചിപ്പിക്കേണ്ടത്. അത് മുസ്ലിമീങ്ങളുടെ സ്വഭാവമായിരിക്കണം. അവരെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു എന്നാണ്, പ്രത്യേകിച്ചും അയൽവാസികളുടെ വിഷയത്തിൽ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. 3 തവണ സത്യം ചെയ്ത് റബ്ബ് പ്രവാചകൻ പറഞ്ഞു, വിശ്വാസിയാവുകയില്ല, വിശ്വാസം പൂർത്തിയാവുകയില്ല. സ്വഹാബികൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരുടെ കുറിച്ചാണ് പ്രവാചകരെ ഇത്ര ഗുരുതരമായി 3 തവണ സത്യം ചെയ്ത് വിശ്വാസം പൂർത്തിയാകില്ല എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു, ആരെങ്കിലും ഒരു വിശ്വാസി അവൻ്റെ അയൽവാസി അവനിൽ നിന്ന് സുരക്ഷിതനല്ലെങ്കിൽ അവൻ്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. അവിടെ സഹോദരങ്ങളെ, നമ്മുടെ ഒരു സൂക്ഷ്മത നമ്മൾ അളന്നു നോക്കണം. നമ്മളെ കൊണ്ട് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ സ്വമേധയാ സ്വബോധത്തോടുകൂടെ നമ്മൾ പരിശ്രമിക്കേണ്ട ഗൗരവത്തെക്കുറിച്ചാണ് ഈ സംഭവങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇഹ്സാൻ കാണിക്കണമെന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ചുറ്റുപാടിലുമുള്ള നാക്കാലികളോടും മൃഗങ്ങളോടുമാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഒരു മുസ്ലിം അവൻ ഇടപെടേണ്ട എല്ലാ കാര്യത്തിലും ഇഹ്സാനോടുകൂടെ ആയിരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖത്ല. നിങ്ങൾ കൊലപാതകം നടത്തുകയാണെങ്കിൽ, അഥവാ ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലുള്ള ചില പകരം ചോദിക്കും, രക്തത്തിന് രക്തം പകരം ചോദിക്കാൻ ഇസ്ലാം അനുവദിച്ച ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു യുദ്ധമുറത്തിലാണെങ്കിൽ ഒക്കെ ഒരു കൊല ചെയ്യേണ്ടി വന്നാൽ, ഒരു ഖത്ലിന്റെ സന്ദർഭം വന്നാൽ ഫഅഹ്സിനുൽ ഖത്ല, ഏറ്റവും നന്നായാണ് അത് ചെയ്യേണ്ടത്. ഇദാ ദബഹ്തും ഫഅഹ്സിനു ദബ്ഹ. ഇനി നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറുക്കണം. എന്നിട്ട് അതിൻ്റെ മാർഗത്തെക്കൂടെ പഠിപ്പിച്ചു. നിങ്ങളൊരു അറവ് മൃഗത്തെ സമീപിക്കുമ്പോൾ നിങ്ങളെ കത്തി നന്നായി മൂർച്ച കൂട്ടി മാത്രം അതിനെ സമീപിക്കണം. ഇതൊരു ഗുണപാഠമാണ്. മൃഗങ്ങളോട് അവർ വികാരങ്ങളുള്ളവരല്ല, കുടുംബങ്ങളുള്ളവരല്ല, ആശ്രിതരുള്ളവരല്ല, അവർ ഏതെങ്കിലും നിലക്കുള്ള ഒരു ജീവിയല്ല, മിണ്ടാപ്രാണികളാണ്. അവരോട് കാണിക്കേണ്ട ഇഹ്സാനിനെ കുറിച്ചും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള എല്ലാവരോടും സ്രഷ്ടാവിനോടും ഇഹ്സാനോടുകൂടെ പെരുമാറാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് കരുതലോടുകൂടെയുള്ള ചില ക്രമീകരണങ്ങൾ വരുത്താനും മാറ്റങ്ങൾക്കും ഒക്കെ നമ്മൾ തയ്യാറാകണം. റഹ്മാനെ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഇഹ്സാൻ പാലിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ പോകുന്ന ഒരു പ്രവർത്തനം കൂടെയാണ് മുഹ്സിനീങ്ങളാവുക. അത് ഇബാദത്തുകളെ കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ കൊണ്ടാണെങ്കിലും ഒരു മുഹ്സിനായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, ചുറ്റുപാടിലും ജീവിക്കുന്ന മനുഷ്യരുടെ അല്ല, മൃഗങ്ങളുടെ പോലും അവകാശത്തെക്കുറിച്ച്, അവരോട് പെരുമാറേണ്ട മര്യാദയെക്കുറിച്ച് എത്ര ക്ലാരിറ്റിയോടുകൂടെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് ഇസ്ലാം ഒരു ദർശനം എന്ന നിലക്ക്, മതം എന്ന നിലക്ക് അതിൻ്റെ അനുയായികളെ ഷെയ്പ്പ് ചെയ്യുന്നിടത്ത്, അതിൻ്റെ അനുയായികളെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് എടുക്കുന്ന വളരെ കൃത്യമായൊരു ഒരു മെത്തേഡാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ഇസ്ലാമിൻ്റെ ഇത്തരം മാനവിക മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാനോ പ്രാവർത്തികമാക്കാനോ താല്പര്യം ഉണ്ടാകാറില്ല. നമ്മളെപ്പോഴും അതല്ലാത്ത സംസ്കാരങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക. ഇത് ഇസ്ലാമിലെ ഇത്ര നോക്കൂ, അയൽവാസികളോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഒരു 2 ഖുത്ബ പറയാൻ മാത്രമുള്ള ഗുണദോഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽവാസികളോട് പെരുമാറേണ്ട മര്യാദയെക്കുറിച്ച് ഇത്ര വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു മതം പഠിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ദർശനം പഠിപ്പിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ആത്മീയ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് സംസാരിച്ചിട്ടുണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരിക്കും. മൃഗങ്ങളോട് പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും സന്ദർഭങ്ങളിൽ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മൃഗം അതെന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത്, അത് പ്രകൃതിയിൽ എന്തു പണിയാണോ എടുക്കുക, അതിനപ്പുറത്തേക്ക് അതിനെ കൊണ്ടൊരു പണി എടുപ്പിക്കരുത് എന്ന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റുപാട് ജീവിക്കുന്ന മനുഷ്യരും അല്ലാത്തതുമായ സൃഷ്ടികൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനെക്കുറിച്ച്, പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു ദർശനമില്ല. പക്ഷെ സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇസ്ലാം, മുസ്ലിം എന്നൊക്കെ പറയുന്നത് ഒരു അപകർഷതാബോധമാണ്
നമുക്കിടയിൽ തന്നെ ഉണ്ടാക്കുക. നമ്മൾ പറയാം സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നാഗരികത, സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അത് പാശ്ചാത്യ സംസ്കാരമാണ്. അവർ എത്ര വൃത്തിയിലാണ് നടക്കുന്നത്, അവരെത്ര ഭംഗിയിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വൃത്തിയെക്കുറിച്ച്, ക്രമീകരണങ്ങളെക്കുറിച്ച്, നിലാമിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെട്ട, മരണാനന്തര ജീവിതത്തിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഖബറിൻ്റെ അരികിലൂടെ പോകുമ്പോൾ പറഞ്ഞല്ലോ, ആ ഖബറിലുള്ള മനുഷ്യൻ ഇപ്പൊ ശിക്ഷ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? കബായിറുകളല്ല ആ മനുഷ്യൻ ചെയ്തത്, വലിയ പാപങ്ങളായി, വലിയ പ്രശ്നമായി ആളുകൾ കണക്കാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടല്ല ഖബറിൽ കിട്ടുന്ന ശിക്ഷ. മറിച്ച് മൂത്രമൊഴിച്ചാൽ അവൻ നന്നായി വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല. ആ നജസത്ത് ശരീരത്തിൽ പറ്റി അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവന് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വൃത്തിയെക്കുറിച്ചും പാലിക്കേണ്ട നിലാം, ക്രമീകരണങ്ങളെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. അത് ഉൾക്കൊള്ളാൻ സഹോദരങ്ങളെ നമുക്ക് പറ്റണം. ഇസ്സത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അധ്യാപനങ്ങൾ ഇത്തരം തലങ്ങളിലൊക്കെയുണ്ട്. ഒരു മുസ്ലിമായി ജീവിച്ചാൽ അവൻ്റെ സംസ്കാരം, അവൻ്റെ ചുറ്റുപാടിന് കിട്ടുന്ന ഉപകാരം എന്ന് പറയുന്നത് വലിയ മൂല്യമുള്ളതായിരിക്കും. അതിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള അത്തരം ഒരു അപകർഷതാ ബോധത്തെ കഴുകി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായി, ഏറ്റവും നല്ല മുഹ്സിനീങ്ങളായി ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. മുഹ്സിനീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ അള്ളാഹുവിനെ കാണുമെന്നും അള്ളാഹുവിൻ്റെ വജ്ഹ് അതിലേക്ക് അവർ നോക്കുമെന്നും ഒക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് പരലോകത്ത് വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റുന്ന മുഹ്സിനീങ്ങളായി ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, പരീക്ഷണങ്ങളെ ഈമാനോടെ സ്വബറോടെ നേരിടാൻ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين. آمين آمين برحمتك يا أرحم الراحمين.